പ്രതിരോധ ശേഷിയുടെ ശക്തി കനപ്പെടുത്താൻ അതിവേഗതയും ദൂരപരിധിയും ഉയർന്ന കൃത്യതയും ഉൾക്കൊള്ളുന്ന നെക്സ്റ്റ് ജെൻ ശൗര്യ സൂപ്പർസോണിക് മിസൈൽ വികസിപ്പിക്കാനുള്ള ദൗത്യവുമായി DRDO. നമസ്കാരം, ഞാൻ ജാസ്മിൻ. അതിവേഗതയും അത്യാധുനിക സാങ്കേതിക ശേഷിയും സംയോജിപ്പിച്ച നെക്സ്റ്റ് ജെൻ ശൗര്യ എന്ന പുതുതലമുറ ഹൈപ്പർസോണിക് മിസൈൽ വികസിപ്പിക്കാനുള്ള നീക്കങ്ങളിലാണ് ഇന്ത്യ. അങ്ങനെ രാജ്യത്തിന്റെ തന്ത്രപ്രധാന പ്രതിരോധ ശക്തിയെ അടുത്ത ഘട്ടത്തിലേക്ക് ഉയർത്താനുള്ള അതിതീവ്ര ശ്രമങ്ങളാണ് പ്രതിരോധ ഗവേഷണ വികസന സംഘടനയായ DRDO നടത്തിവരുന്നത്. ഇന്ത്യയുടെ നിലവിലുള്ള ശൗര്യ മിസൈലിനെ അടിസ്ഥാനമാക്കിയാണ് ഈ പുതിയ പതിപ്പ് വികസിപ്പിക്കുന്നത്. നിലവിലുള്ള ശൗര്യ മിസൈലിന് ശബ്ദത്തിന്റെ 7.5 മടങ്ങ് വേഗതയിൽ സഞ്ചരിക്കാനാകും. മണിക്കൂറിൽ 9000 കിലോമീറ്ററിലധികം വേഗത കൈവരിക്കാൻ ഇതിന് കഴിവുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. 700 മുതൽ 800 കിലോമീറ്റർ വരെ ആക്രമണ ദൂരപരിധിയുള്ള ഈ മിസൈലിന്റെ വിപുലീകരിച്ച പതിപ്പുകൾക്ക് അതിലും കൂടുതൽ ദൂരം കൈവരിക്കാനാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ വികസിപ്പിക്കുന്ന നെക്സ്റ്റ് ജെൻ ശൗര്യക്ക് ഭാരം കുറഞ്ഞ വാർഹെഡ് ഉപയോഗിച്ചാൽ 1500 കിലോമീറ്ററിലധികം താണ്ടാനുള്ള ശേഷി ഉണ്ടാകാമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പുതിയ പതിപ്പിന്റെ വേഗത ശൗര്യ മിസൈലിന്റെ മാച്ച് 7.5 എന്ന വേഗതയേക്കാൾ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ സെക്കൻഡിൽ ഏകദേശം 2.5 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കാനും 50 കിലോമീറ്റർ ഉയരത്തിൽ പറന്ന് പകുതി വഴിയിൽ പാത മാറ്റാൻ കഴിയുന്നതുമായ സാങ്കേതിക വിദ്യ ഉൾപ്പെടുത്തിയാകും ശൗര്യ NG യാഥാർത്ഥ്യമാക്കുക. പരമ്പരാഗത ബാലിസ്റ്റിക് മിസൈലുകളിൽ നിന്ന് വ്യത്യസ്തമായി ശൗര്യ NG ഒരു ക്വാസി ബാലിസ്റ്റിക് പ്രൊഫൈൽ പിന്തുടരും വിധമാകും സാധ്യമാക്കുക. ഇതിലൂടെ സഞ്ചരിക്കുന്ന വേളയിൽ ഈ മിസൈലിന് വഴികൾ തിരിച്ചുവിട്ട് ശത്രുവിന്റെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ വെട്ടിച്ച് കടക്കാനാകും. അമേരിക്കയുടെ താഡ് പാട്രിയറ്റ്, റഷ്യയുടെ S-400 പോലുള്ള ആധുനിക പ്രതിരോധ സംവിധാനങ്ങൾക്കും വെല്ലുവിളി ഉയർത്തുന്ന പുത്തൻ ആയുധമായാണ് ശൗര്യ NG രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കാനിസ്റ്റർ ലോഞ്ച് സംവിധാനമാണ് ശൗര്യയുടെ പ്രധാന പ്രത്യേകത. അതായത് ഇവ മൊബൈൽ ലോഞ്ചറുകളിലോ ഭൂഗർഭ സിലോകളിലോ സൂക്ഷിച്ച് ഏത് സമയത്തും ഒട്ടും സമയം നഷ്ടപ്പെടുത്താതെ അതിവേഗത്തിൽ വിക്ഷേപിക്കാനാകും. ശൗര്യയുടെ ഈ സവിശേഷത പുതുതലമുറ മിസൈലായ ശൗര്യ NGയിലും അനുവർത്തിക്കും. കൂടാതെ ഉയർന്ന കൃത്യത ഉറപ്പാക്കുന്ന റിംഗ് ലേസർ ഗൈറോസ്കോപ്പ് അടിസ്ഥാനമാക്കിയ ഗൈഡൻസ് സംവിധാനവും ഇതിൽ ഉൾപ്പെടുത്തും. മാക് 7.5 അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഹൈപ്പർസോണിക് വേഗത നിലനിർത്തി അന്തരീക്ഷത്തിൽ ചലിക്കുമ്പോൾ അന്തരീക്ഷവുമായുള്ള ഘർഷണം മൂലം മിസൈലിന് ചുറ്റും ഒരു പ്ലാസ്മ കവചം രൂപം കൊള്ളും. അയോണൈസ്ഡ് വാതകത്തിന്റെ ഈ പാളി റേഡിയോ സിഗ്നലുകളെ തടസ്സപ്പെടുത്തും. അതുപോലെ തന്നെ മാർഗനിർദ്ദേശ സംവിധാനങ്ങൾക്കും ഇത് തടസ്സം സൃഷ്ടിക്കും. ഇത്തരത്തിൽ രൂപം കൊള്ളുന്ന പ്ലാസ്മ പാളിയുടെ സാന്നിധ്യത്തിൽ പോലും ലക്ഷ്യം കൃത്യമായി ട്രാക്ക് ചെയ്യാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഇമേജിംഗ് ഇൻഫ്രാറെഡും ആക്റ്റീവ് റഡാർ മാർഗനിർദ്ദേശവും സംയോജിപ്പിക്കുന്ന ഒരു പുതു സീക്കർ DRDO എഞ്ചിനീയർമാർ വികസിപ്പിച്ചു വരികയാണ്. ഇത് വിജയകരമായി പൂർത്തിയാക്കാനായാൽ ഹൈപ്പർസോണിക് മിസൈൽ മാർഗനിർദ്ദേശത്തിലെ ഒരു സുപ്രധാന സാങ്കേതിക നേട്ടമാകും ഇന്ത്യ സാധ്യമാക്കുക. ഇത്തരത്തിലുള്ള മൾട്ടി മോഡ് സെൻസറുകൾ ഉൾപ്പെടുത്തുന്നത് ശൗര്യ NGയുടെ കൃത്യതയും ലക്ഷ്യം തിരിച്ചറിയാനുള്ള ശേഷിയും ഗണ്യമായി വർദ്ധിപ്പിക്കും. ഇന്ത്യയുടെ പ്രതിരോധ തന്ത്രത്തിൽ ഇത്തരം ഹൈപ്പർസോണിക് ആയുധങ്ങൾ നിർണായക സ്ഥാനമാണ് കൈവരിക്കുന്നത്. കര, സമുദ്രം, വായു എന്നീ 3 മേഖലകളിലുമുള്ള ആണവ പ്രതിരോധ ശേഷി ഉറപ്പാക്കുന്ന ന്യൂക്ലിയർ ട്രയാഡ് ശക്തിപ്പെടുത്തുന്നതിലും ശൗര്യ പോലുള്ള മിസൈലുകൾക്ക് പ്രധാന പങ്കുവഹിക്കാനാകും. ശൗര്യ NG യാഥാർത്ഥ്യമായാൽ വേഗത, ദൂരപരിധി, കൃത്യത, മറഞ്ഞിരിക്കാനുള്ള കഴിവ് എന്നിങ്ങനെയുള്ള പ്രതിരോധ ശക്തിയിൽ വലിയ മുന്നേറ്റമാകും ഇന്ത്യ അടയാളപ്പെടുത്തുക. ഭാവിയിലെ യുദ്ധരീതികളിൽ നിർണായകമായ പങ്കുവഹിക്കാൻ സാധ്യതയുള്ള ശൗര്യ NGയുടെ വികസനം ഇന്ത്യയെ ഹൈപ്പർസോണിക് ആയുധരംഗത്ത് മുൻനിര രാജ്യങ്ങളിലൊന്നാക്കി മാറ്റാനുതകുന്ന നിർണായക ചുവടുവയ്പായാണ് വിലയിരുത്തപ്പെടുന്നത്. വാർത്തയുടെ നിറം തേടി തനിനിറം.